ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് മീനമാസം 29-ാം തീയതി, അതായത് 2017 ഏപ്രിൽ മാസം 12-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്, നക്ഷത്രം ചോതിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഷുഫലം എങ്ങനെയാണ് കുംഭം രാശിക്കാരെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അത് ഗുണകരമാണോ, ദോഷകരമാണോ, സമ്മിശ്രമാണോ, ഇതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് സർ ഡോക്ടർ കുടമാളൂർ ശർമാജി. നമുക്ക് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉപദേശിച്ചു തരുന്നതിനും ഒപ്പം ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി അറിവുകൾ പകരുന്നതിനും നമ്മുടെ ഗുരുനാഥൻ. ഇന്ന് വിഷുഫലം എങ്ങനെയാണ് കുംഭം രാശിക്കാരെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞുതരാം. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. കുംഭം രാശിക്കാരുടെ വിഷുഫലം. കുംഭരാശി എന്ന് പറയുമ്പോൾ അവിട്ടം നക്ഷത്രത്തിൻ്റെ ഒടുവിൽ 30 നാഴിക, ചതയം നക്ഷത്രം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക, അതായത് 3/4 ഭാഗം. ഈ 2 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് സഹോദര സ്ഥാനത്തേക്ക് ആദിത്യൻ വിഷു സംഗമം പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ അഷ്ടമത്തിൽ വ്യാഴവും ലാഭസ്ഥാനത്തേക്ക് ശനിയും സഞ്ചരിക്കുന്ന ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ പ്രായേണ ഗുണദോഷ സമ്മിശ്രത്താൽ ദോഷാനുഭവങ്ങൾ ആയിരുന്നു. ആ ദോഷകാഠിന്യങ്ങളെല്ലാം മാറാനുള്ള ശുഭസൂചനയാണ് വിഷുഫലം നൽകുന്നത്. അഷ്ടമ വ്യാഴം ഇവർക്ക് ആരോഗ്യപരമായിട്ടും മാതാവിനെ സംബന്ധിച്ച് മാതൃവഴി അമ്മാവൻ, അതുപോലെയൊക്കെയുള്ള ചിറ്റപ്പൻ, അച്ഛൻ, അമ്മ, ബന്ധുജനങ്ങൾ, നിരസം ഇതൊക്കെ ഉണ്ടാകുകയും അപകടം, രോഗം, മരണം, ദുരിതം, മരണാനന്തര കർമ്മങ്ങൾ, അതുപോലെ തന്നെ ഔഷധ പ്രയോഗം, സർജറി, പരിക്ക്, ക്ഷതപതനങ്ങൾ ഇവയൊക്കെ വരേണ്ട ഒരു കാലഘട്ടങ്ങൾ ആയിരുന്നു. എങ്കിലും 2017 ഇത്തവണത്തെ വിഷുഫലം മുതൽ 2018 വിഷു വരെ അപ്രതീക്ഷിതമായിട്ട് ദുഃഖാനുഭവങ്ങളിൽ നിന്നും ദോഷാനുഭവങ്ങളിൽ നിന്നും മോചനവും കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഉണ്ടായിരുന്ന സാമ്പത്തികപരമായ ദുരിതങ്ങളിൽ നിന്നും, അല്ലെ കടത്തിൽ നിന്നും, അല്ലെ കടപ്പാടിൽ നിന്നും, ഋണബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുവാനായി അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായ ലബ്ധിയോ, സാമ്പത്തിക ലബ്ധിയോ, അപ്രതീക്ഷിത ധനലബ്ധിയോ, അതുപോലെ തന്നെ ഭൗതിക നേട്ടങ്ങളോ ഒക്കെ വന്നു ചേരേണ്ട സാഹചര്യം ഉടലെടുക്കുന്നു. പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം മുതൽ ഭാഗ്യപുഷ്ടി മാറി വിളിക്കുന്നതാണ്. ദുരിതാനുഭവങ്ങളെല്ലാം മാറിക്കിട്ടും. മുടങ്ങിക്കിടന്ന കല്യാണം, വസ്തുവകകൾ, ലോണ്, ചിട്ടി ഇപ്രകാരമുള്ളതൊക്കെ പുനർജീവിപ്പിക്കുന്നതിനും മുടങ്ങിക്കിടന്ന മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധിയും, ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് ഹയർ ഗ്രേഡ് ലഭിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചവർക്ക് അതിനുള്ള ഫലങ്ങളും, അതുപോലെ തന്നെ സന്താന ലബ്ധിക്ക് വേണ്ടി ദുഃഖിച്ചിരുന്നവർക്ക് അതിനുള്ള ശുഭസൂചനവും, അല്ലെങ്കിൽ സന്താന ലബ്ധി തന്നെ ഉണ്ടാകുവാനുള്ള ഭാഗ്യങ്ങളും, മാതാവിനും മാതൃവഴി ബന്ധുക്കളെ കൊണ്ടുണ്ടായിരുന്ന ദുഃഖാനുഭവങ്ങളിൽ നിന്നും മോചനവും, ആരോഗ്യ സംബന്ധമായിട്ട് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് മരുന്ന് പ്രയോഗവും കാര്യങ്ങൾ, പുതിയ ട്രീറ്റ്മെൻറ്റുകൾ, ആരോഗ്യം വീണ്ടെടുക്കാനുള്ള യോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകുകയും പുതിയ ഗൃഹനിർമ്മാണമോ വസ്തു ലഭിക്കുവാനോ വാങ്ങുവാനോ അധീനതയിൽ വരുവാനോ സമ്പാദിക്കുവാനോ അപ്രതീക്ഷിതമായി ലഭിക്കുവാനോ പാർട്ടീഷൻ നടത്തി കിട്ടുവാനോ മാതൃസ്വത്ത് ലഭിക്കുവാനോ ഒക്കെ ഉള്ള ഒരു യോഗം, ഒരു സാഹചര്യങ്ങൾ ഈ വിഷുഫലം മുതൽ അടുത്ത വിഷു വരെ ഉണ്ട്. അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക ലബ്ധി വരാനുള്ള ഭാഗ്യങ്ങളും ഉണ്ട്. ഹൈ റേഞ്ച് ഭാഗങ്ങളോ തോട്ടം മുതലായവയോ ബഹുനില കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അവ പണിയുവാനുള്ള യോഗങ്ങളോ, ഏതെങ്കിലും ലാൻഡ് ആൻഡ് റവന്യൂ സംബന്ധമായിട്ട് ഏതെങ്കിലും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ, പോലീസ്, മിലിറ്ററി, പട്ടാളം ഇങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളിൽ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിരിക്കുന്നവർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അവ ലഭിക്കുവാനുള്ള യോഗങ്ങൾ, ഈ സാധ്യതകളെല്ലാം ഉണ്ട്. പൊതുവെ വ്യാഴാഴ്ച ദിവസം ഈ രാശിക്കാർ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, യഥാശക്തി ദാനധർമാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുക. ദോഷകാഠിന്യങ്ങൾ മാറി ഗുണഫലങ്ങൾ കണിശമായിട്ടും കിട്ടും. അടുത്ത ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ദോഷഫലങ്ങളിൽ നിന്ന് മാറുകയും അടുത്ത വിഷു മുതൽ ഏറ്റവും നല്ലൊരു കാലഘട്ടമായിട്ട് 2018 വിഷുവൽ പുണ്യകാലം
ഈ രാശിക്കാർക്ക് അവിട്ടം ചതയം പൂരിട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം ശോഭിക്കാവുന്ന വലിയ വലിയ നേട്ടങ്ങളുമായി സൂര്യഭഗവാൻ വരുന്നുണ്ട്. നമുക്ക് ആ വിഷു ഫലം നമുക്ക് അടുത്ത വരുന്ന വർഷം എപ്പിസോഡുകളിലൂടെ നമുക്ക് പ്രേക്ഷകർക്ക് പ്രവചനം നടത്താവുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും പ്രശ്നപരിഹാരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നതിനുമൊക്കെയായി താഴെ കാണുന്ന നമ്പറിൽ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്.